എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിപ്പം കാണാൻ പോകുന്നത് ബ്രിട്ടീഷ് ബ്രിഡ്ജാണ്. ഇത് പാലക്കാടാണുള്ളത്. ഒരു ചരിത്രപ്രധാനമായ ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ബ്രിട്ടീഷ് പാലം അഥവാ ബ്രിട്ടീഷ് ബ്രിഡ്ജ്. അപ്പം നമ്മൾ ഇപ്പോൾ പാലക്കാടിലൂടെ പാലക്കാട് ആ ബ്രിഡ്ജിൻ്റെ സമീപത്തുള്ള ഒരു റോഡാണ്. ഇതിൻ്റെ അടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം അങ്ങോട്ടേക്ക് കാൽനടയായിട്ടാണ് പോകുന്നത്. വളരെ മനോഹരമായ പ്രദേശത്താണ് ഈ ഒരു ബ്രിട്ടീഷ് ബ്രിഡ്ജ് ഉള്ളത്. 1941 മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് ജില്ലയിലുടനീളം വെള്ളം ഒഴുകാനായിട്ട് ഈ പാലം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭാരതപ്പുഴ മറികടക്കാനും പറ്റും. കരിങ്കരപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 500 മീറ്റർ ഉള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒട്ടനവധി സിനിമകൾക്കൊക്കെ ഇത് വേദിയായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ഇതിലൂടെ ഇങ്ങനെ നടന്നാണ് പോകുന്നത്. ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിട്ടായിരുന്നു ഈ ഒരു യാത്ര. കൊല്ലംകോടിൻ്റെ മറ്റ് ഭാഗങ്ങളുമൊക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോയത് ഈ ഒരു ബ്രിട്ടീഷ് ബ്രിഡ്ജ് തന്നെയായിരുന്നു. അപ്പം ബാക്കിലൂടെ നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്ന് നടന്ന് എല്ലാവരും വരുവാണ്. രാവിലെ നമ്മൾ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ഫ്രഷായിട്ടായിരുന്നു ഈ ഒരു യാത്ര. അതുപോലെ അവിടുത്തെ നല്ല എയറും ഒക്കെ നമ്മൾ ആസ്വദിച്ച് നമ്മൾ ഈ ഒരു യാത്രയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇത് പാലം എത്തിക്കഴിഞ്ഞു. കനാൽ എന്നറിയപ്പെടുന്ന ഈ ഒരു കനാലും ഇവിടെ കാണപ്പെടുന്നുണ്ട്. ജില്ലയ്ക്ക് ചുറ്റും വെള്ളം ഒഴുകാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ ഈ ഒരു പാലത്ത് ധാരാളം ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ മലയാള സിനിമയിലൊക്കെ ഈ ഒരു പാലം ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഈ ഒരു പാലത്തിൽ വന്നിരുന്ന് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുകയും കാറ്റുകൊള്ളാനൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പാലം വളരെ ചരിത്രപ്രധാനമായ ഒരു പാലം തന്നെയാണ്. അതുപോലെ മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം ഇതുവഴി ഒഴുകുന്നുണ്ട്. ഈ ഒരു ഡാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു പാലം. നീർപ്പാലം 2 കനാലുകളായിട്ടാണ് പുഴയ്ക്ക് പിറകെ ഉള്ളത്. ഇതിലൊരു കനാലിന് മുകളിൽ സ്ലാബിട്ട് ഗതാഗത സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരു വശത്തായിട്ട് പുഴ നോക്കിക്കാണാൻ മനോഹരമായൊരു നടപ്പാതയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. പഴയ ഒരു എൻജിനീയറിങ്ങിൻ്റെയും വാസ്തുവിദ്യയുടെയൊക്കെ ഒരു ശൈലി ആയതുകൊണ്ടാണ് ഇതിന് ബ്രിട്ടീഷ് പാലം എന്ന് പേര് നൽകിയിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ പണിതതല്ല എന്ന് തന്നെയാണ് ചരിത്രം പറയുന്നത്. ഇതൊരു കൊളോണിയൽ ഭൂതകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ട് വർത്തിക്കുന്നുണ്ട്. ഭാരതപ്പുഴയുടെ കൈവരിയായ കണ്ണാടി നദിക്ക് കുറുകെയുള്ള ഈ പാലം നിർമ്മാണം മുതൽ ഗതാഗതത്തിനുള്ളൊരു നിർണായക കണ്ണിയാണ്. ഘടനയിലൂടെ രൂപപ്പെടുത്തിയ ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റൈലും തന്നെയാണ്. അതുപോലെ തന്നെ ഇത് സൗന്ദര്യശാസ്ത്രത്തിനെ പ്രതിഫലിപ്പിക്കുന്ന ഈ നീർപ്പാലത്തിന് സൈഡിലായി നടപ്പാത സ്ഥാപിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു ഈ ഒരു പാലം. അപ്പം നിങ്ങൾ പാലക്കാടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു പാലവും കൂടി, അത് ഈ ബ്രിട്ടീഷ് പാലം കൂടെ ഒന്ന് കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വരുന്നത് നന്നായിരിക്കും. പാലത്തിൽ നിന്ന് നദിയുടെയും കനാലിൻ്റെയും അതിമനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വളരെ ആളുകളും എത്തിച്ചേരുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും ഒക്കെ സന്ദർശിച്ചാൽ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ ഒരു യാത്ര രാവിലെ മനോഹരമാണെന്ന് പറഞ്ഞു കണ്ടോ. രാവിലത്തെ ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരവും നല്ലൊരു അന്തരീക്ഷമായിരിക്കും ഇവിടെ. തൊട്ടടുത്തുള്ള റോഡിലൊക്കെ കുറച്ച് കുഴികളും വെള്ളമൊക്കെ നിറഞ്ഞതൊക്കെയാണ്. അപ്പോൾ യാത്ര പോകുമ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യക്കാർ നിർമ്മിച്ചതല്ലെന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടീഷ് എൻജിനീയറിംഗ് മോഡലിൻ്റെ വാസ്തുവിദ്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിനൊരു ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്നൊരു പേര് തന്നെ നൽകിയിരിക്കുന്നത്. ധാരാളം ആളുകൾ ഇതൊക്കെ കാണാനും രാവിലത്തെ ആ മഴയൊക്കെ ഉള്ളൊരു സമയത്തായിരുന്നു ഞങ്ങൾ എത്തിച്ചേർന്നത്. എന്തായാലും ഒരു ചെറിയ വീഡിയോ ആണ്, നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.